വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 20/2/2016 നടന്ന കേരള PSCയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 33/2016 അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളാണ്. അതിൻ്റെ പാർട്ട് 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the program that runs when the computer remains idle for a certain period of time. Option A, wallpaper. B, control panel. C, screensaver. And D, welcome screen. അപ്പോൾ ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഒരു കമ്പ്യൂട്ടർ ഐഡിലായിരുന്നു കഴിഞ്ഞാൽ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിലത്തെ ഓപ്ഷൻസ് ഓരോന്ന്. ഇപ്പോൾ വാൾപേപ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് നമ്മൾ വാൾപേപ്പർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളും വ്യൂ ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനുള്ളതാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്ന സിസ്റ്റം. അതുപോലെ സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആക്ച്വലി നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൺ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് സ്ക്രീൻ സേവർ എന്ന് പറയുന്നത്. അതിപ്പോൾ മൂവിങ് ആയിട്ടുള്ള ഇമേജസോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്ക്രീൻ സേവർ. Next question: the smallest individually addressable unit of information stored on a hard disk is sector, track, cylinder, block. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ അതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്ടറാണ്. അപ്പോൾ എന്താണ് സെക്ടർ, എന്താണ് ട്രാക്ക്, അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക്, സിലിണ്ടർ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ ഹാർഡ് ഡിസ്കിലായിക്കോട്ടെ CD ആയിക്കോട്ടെ നമ്മൾ പറയുമ്പോൾ ഓരോ പ്ലേറ്ററാണ്. അപ്പോൾ ഇവിടെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഇതൊരു പ്ലേറ്ററാണ് എങ്കിൽ ഈ ഒരു പ്ലേറ്റിലെ കോൺസെൻട്രിക് സർക്കിൾസ് അതിനെയാണ് നമ്മൾ ട്രാക്സ് എന്ന് പറയുന്നത്. കോൺസെൻട്രിക് ആയിട്ടുള്ള, അതായത് കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോമൺ സെൻറ്ററിൽ വരുന്ന സർക്കിൾസാണ് കോൺസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെൻട്രിക് സർക്കിൾസാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ അത്ലറ്റിക്സിലൊക്കെ കാണുന്ന ട്രാക്ക് എന്ന് പറയുന്നത് എന്താണ്, ആ ഇതുപോലുള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളതാണ് എന്ത്, ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഹാർഡ് ഡിസ്കിലൊക്കെ ആണെങ്കിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. സ്റ്റാർട്ടിങ് ഫ്രം 0 അറ്റ് ദി ഔട്ടർ സൈഡ് ഓഫ് ദ പ്ലേറ്റ്. അവിടുന്ന് നമുക്ക് ഓരോന്നായിട്ട് ഓരോ 0 ടു ഓരോന്നായിട്ട് നമ്മുടെ ട്രാക്സ് നമുക്ക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണൊരു സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രീതിയിൽ വരുന്നതാണ് ഒരു ഡിസ്ക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാക്കിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഈച്ച് ട്രാക്ക് ഈസ് ഫർദർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് കോൾഡ് സെക്ടേഴ്സ്. ഹിയർ സെക്ടർ ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഓൺ എ ഹാർഡ് ഡിസ്ക്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വലി അഡ്രസ്സബിൾ യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഓൺ എ ഹാർഡ് ഡിസ്ക്. അപ്പോൾ അതെന്താണ്, സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ട്രാക്സ് ചേർന്നിട്ടുള്ളതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ എല്ലാ ട്രാക്ക് പ്ലേറ്റേഴ്സിൻ്റെയും ഈ ഒരു പെർട്ടിക്കുലർ ട്രാക്കിൽ വരുന്നത് അത് മൊത്തത്തിൽ ചേർന്നതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് ട്രാക്സ് ഓൺ വൺ സൈഡ് ഓഫ് ഈച്ച് പ്ലേറ്റർ, there are same number of cylinders on each side of each plater, and the sector value is the number of sectors in each cylinder. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സിലിണ്ടർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇനി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലോക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെക്ടേഴ്സ്. അപ്പോൾ ഇതൊരു നമുക്കിവിടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഇതൊരു സെക്ടറാണ്, അതുപോലെ ഇത് വേറൊരു സെക്ടറാണ്. അപ്പോൾ ഇത്തരം സെക്ടേഴ്സ് കൂടിക്കിടക്കുന്ന ഈ ഒരു കളക്ഷനാണ് എന്ത്, ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെക്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടേംസ്. ഇനിയിപ്പോൾ ഇത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ തന്നെയാണ്, ഈ ഒരു ബ്ലോക്കിനെ തന്നെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അലോക്കേഷൻ യൂണിറ്റ് ഓഫ് എ ഡാറ്റ ഓൺ വേരിയസ് ഫയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചിലതിൽ ബ്ലോക്കും ക്ലസ്റ്ററും സെയിം ആയിട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാക്ക് ഉണ്ട്, സെക്ടർ ഉണ്ട്,
അതുപോലെ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സെക്ടറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് എ പവർ സപ്ലൈ? അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി റെക്ടിഫയർ, ഓപ്ഷൻ സി ഫിൽട്ടർ ആൻഡ് ഓപ്ഷൻ ഡി ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, റെക്ടിഫയർ ആയിക്കോട്ടെ, ഫിൽട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ കോമ്പണൻസ് ആണ്. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ഒന്ന് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ. രണ്ടാമത്തെ വരുന്നത് റെക്ടിഫയർ ആണ്. റെക്ടിഫയർ. ഓക്കെ, മൂന്നാമത് വരുന്നത് ഫിൽട്ടറാണ്. ഫിൽട്ടർ. നാലാമത് വരുന്നത് റെഗുലേറ്ററാണ്. റെഗുലേറ്റർ സർക്യൂട്ട്. റെഗുലേറ്റർ. അപ്പോൾ ഇതാണ് 4 ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കമ്പോണൻസിൽ ഇവിടെ 3 നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫോമർ കാണാൻ വേണ്ടി പറ്റും, അതുപോലെ റെക്ടിഫയർ നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഫിൽറ്റർ ഉണ്ട്. ഏതാണ് ഇല്ലാത്തത്? റെഗുലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ 4ാമതായിട്ട് കൊടുത്തിരിക്കുന്ന ആംപ്ലിഫയർ ആണ്. ഓക്കെ, ആൻസർ ആംപ്ലിഫയർ. ഇവിടെ റെക്ടിഫയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് AC പൾസേറ്റിംഗ് DC ആക്കി മാറ്റുന്നതാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ആ DC പൾസേറ്റിംഗ് DCയെ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് DC ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫിൽട്ടർ യൂസ് ചെയ്യും. ഓക്കെ, ആ ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ, ഇറ്റ് ഈസ് യൂസ് ടു അതെന്തിനായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്? നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി DC ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. Next question. The geometric arrangement of nodes and cables in a network is network protocol, network topology, network architecture and network cabling. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ്. അത് എത്ര കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ എത്ര ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച്, അല്ലെങ്കിൽ അത് എന്തിൻ്റെ പർപ്പസ് ആണ് എന്നുള്ളതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. LAN, MAN, WAN ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ നമുക്കതിലെ ഓരോ ഡിവൈസും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനെയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് ടോപ്പോളജി. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട്. ഒന്ന് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി. മറ്റൊന്ന് റിംഗ് ടോപ്പോളജി, ദെൻ സ്റ്റാർ ടോപ്പോളജി, ദെൻ ബസ് ടോപ്പോളജി. ഇത് കൂടാതെ നമുക്ക് ഹൈബ്രിഡ് ടോപ്പോളജി, ഹയറാർക്കിക്കൽ ടോപ്പോളജി, ട്രീ ടോപ്പോളജി, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ പറയുമ്പോൾ അതൊക്കെ വരുന്നുണ്ടാണ്. അതുപോലെ ഹൈബ്രിഡ്, ട്രീ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ടോ അതിലധികമോ നെറ്റ്വർക്ക് ടോപ്പോളജിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ട്രീ എന്ന് പറയുമ്പോൾ അതിൽ ഹയറാർക്കിക്കലായിട്ട് വരുന്നതാണ്. 3 ലെയേഴ്സ് വരുന്നുണ്ടാവും ട്രീ സ്ട്രക്ചറിൽ. അപ്പോൾ മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്ര ഡിവൈസസ് ഉണ്ടോ ആ ഡിവൈസസിനെല്ലാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ N ഡിവൈസ് ഉണ്ട് എങ്കിൽ ആ N ഡിവൈസസും ബാക്കി N-1 ഡിവൈസസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് N×N-1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ മെഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പുതിയതായിട്ടൊരു ഡിവൈസ് ഇതിലേക്ക് വരികയാണ്, ഈ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഡിവൈസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ എല്ലാ ഡിവൈസിനും അതിലേക്കൊരു കണക്ഷൻ വേണ്ടി വരും. അപ്പോൾ നമ്പർ ഓഫ് കേബിൾസ് കൂടുതലായിരിക്കും. കോൺഫിഗറേഷൻ ചെയ്യുന്നത് നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലായി കഴിഞ്ഞാലും ബാക്കി എല്ലാ ഡിവൈസസിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിവൈസസും ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് റിംഗ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻഡലി ഫെയിൽ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡിവൈസും അടുത്ത 2 ഡിവൈസസുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ടൊരു ഡിവൈസ് വന്നു കഴിഞ്ഞാലും കണക്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹബ് ഉണ്ടായിരിക്കും. ആ ഹബിലേക്ക് എല്ലാ ഡിവൈസസും
കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹബ്ബ് ഫെയിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കി ഒരു ഡിവൈസസിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള. ദെൻ ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരുന്നുണ്ട്. കാരണം ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റലിജൻ്റ് അല്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഡിവൈസ് ഒരു പെർട്ടിക്കുലർ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഹബ്ബ് എന്താണ് ചെയ്യുന്നത്? അത് ബാക്കി എല്ലാ ഡിവൈസസിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് എല്ലാ ഡിവൈസസും അതിൻ്റെ കോപ്പി കിട്ടുന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു സെക്യൂരിറ്റീൻ്റെ പ്രോബ്ലം പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കേബിൾ ഉണ്ടായിരിക്കും. ആ കേബിളിലേക്ക് ഡ്രോപ്പ് ലൈൻ പോലെ നമുക്ക് കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മെയിൻ കേബിള് ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റം നമുക്ക് ഫെയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ നെറ്റ്വർക്ക് ടോപ്പോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ IP address which of the following number as first octet causes loop back address? Option 1 190, 2 ഓപ്ഷൻ B 127, C 255 ആൻഡ് D 168. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സിൻ്റെ കേസിൽ ഏത് ഒക്ടറ്റാണ് ലൂപ്പ് ബാക്ക് അഡ്രസ് എന്നാണ്. അപ്പോൾ ഇതിൽ കൊടുത്തതിൽ ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഈ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതേ സിസ്റ്റത്തിൽ തന്നെയായിരിക്കും അത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നെറ്റ്വർക്ക് ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നത് IP അഡ്രസ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന IP അഡ്രസ്സ് അനുസരിച്ചിട്ടായിരിക്കും അത് സെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു IP അഡ്രസ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ആണ് എങ്കിൽ തിരിച്ചെത്തുന്നത് എവിടത്തേക്ക് തന്നെയായിരിക്കും? ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിലേക്ക് തന്നെയായിരിക്കും എത്തുന്നത്. ഓക്കെ, അതാണ് ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ റിസർവ്ഡ് അഡ്രസ്സ്. അപ്പം ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 127 ആണ്. ഓക്കെ, 127 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 127 000 ഇപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ 127.255 255 അപ്പോൾ ഇത്രയും അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ലൂപ്പ് ബാക്ക് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഓരോ സിസ്റ്റം അതിൻ്റെ പ്രോപ്പറായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ ടെസ്റ്റിംഗ് ഡീബഗിന് വേണ്ടിയാണ് ഈ ഒരു ഫെസിലിറ്റി. ഓക്കെ, അതാണ് ലൂപ്പ് ബാക്ക് അഡ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വയർലെസ് ടെക്നോളജി ഹാസ് ഹയർ ഡാറ്റ റേറ്റ്? വൈഫൈ, ബ്ലൂടൂത്ത്, ഹോം RF ആൻഡ് WiMAX. ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് വയർലെസ് നെറ്റ്വർക്ക് ടെക്നോളജീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് വൈഫൈ. വൈഫൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? വയർലെസ് ഫിഡലിറ്റി അല്ലേ? വയർലെസ് ഫിഡലിറ്റിയാണ് വൈഫൈ എന്ന് പറയുന്നത്. അത് 802 IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 802.11 ആണ്. 11 ABC ആ ഒരു രീതിയിൽ വരും. അപ്പം G വരെയുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 2 to 54 Mbps ആയിരിക്കും. ഈ ഒരു റേഞ്ചിലാണ് വയർലെസ് ഫിഡലിറ്റി അല്ലെങ്കിൽ വൈഫൈൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് IEEE സ്റ്റാൻഡേർഡ് എത്രയാണ്? 802.11. നെക്സ്റ്റ് വൺ ആണ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു ലോ പവർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് മെയിനായിട്ട് മാക്സിമം 2 അല്ലെങ്കിൽ 3 Mbps വരെ മാത്രമേ നമുക്കിതിൻ്റെ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Mbps 3 Mbps വരെയാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ കേസിൽ ഡാറ്റ ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ ഡാറ്റ റേറ്റിൽ പറയുന്നത്. അപ്പം ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൈക്കോ നെറ്റ്, അതുപോലെ തന്നെ സ്കാറ്റ് നെറ്റ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത് പൈക്കോ നെറ്റിൻ്റെ ഓവർലാപ്പിംഗ് ആണ്. പൈക്കോ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ആൻഡ് സ്ലേവ് ആണ്. അതായത് ഒരു മാസ്റ്ററും മാക്സിമം 7 സ്ലേവ് ഡിവൈസസും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിവൈസിന് ബാക്കി 7 ഡിവൈസസുമായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു പൈക്കോ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പൈക്കോ നെറ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബ്ലൂടൂത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഹോം RF. ഹോം RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം റേഡിയോ ഫ്രീക്വൻസിയാണ്. ഹോം റേഡിയോ ഫ്രീക്വൻസി അതാണ് അത് ഹോം RF എന്ന് പറഞ്ഞത്. അപ്പോൾ ഹോം RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് മാക്സിമം വരുന്നത് 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഏതാ വരുന്നുള്ളൂ? വൈഫൈ ആണ് വരുന്നത് അല്ലേ, 54 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ്. ബ്ലൂടൂത്ത് ആണെങ്കിൽ 3 വരെ പോകുന്നുള്ളൂ. റേഡിയോ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൽ എത്ര വരെ വരുന്നുള്ളൂ? മാക്സിമം ഒരു 10 മെഗാബിറ്റ്സ് വരെ വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? വൈമാക്സ്. അപ്പോൾ വൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി for microwave access. വേൾഡ് വൈഡ് ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. അതാണ് വൈമാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഹൈ ഡാറ്റ റേറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 120 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. 120 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിലും ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സബ്സ്ക്രൈബർ യൂണിറ്റും ഉണ്ടായിരിക്കും. ഇതിൽ പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിഫറൻസ്. മറ്റേതാണെങ്കിൽ നമ്മൾ മോഡം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇൻ്റർനെറ്റുമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് വൈമാക്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? മൈക്രോവേവ്സ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈമാക്സിൻ്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൈമാക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ നെയിംസ് ബാബു, ബാലൻ, അനിൽ, അരുൺ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് ഡിഫറൻസ് തോന്നുന്ന സമയം രണ്ടും എ ആണല്ലോ എന്നുള്ളൊരു ഫീലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അനിൽ, ബാലൻ, അരുൺ, ബാബു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഒരു സോർട്ടിങ്ങിൻ്റെ കീഴിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അപ്പോൾ ഇതിൽ സോർട്ടിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോർട്ടിങ് ഉണ്ട്. ഇപ്പോൾ ലെക്സിക്കോഗ്രാഫിക് സോർട്ടിങ്, അതുപോലെ അസെൻഡിങ് ഡിസെൻഡിങ് സോർട്ടിങ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോർട്ടിങ് ഉണ്ട്. അപ്പോൾ അതിൽ കൊളേറ്റിംഗ് ആയിട്ട് വരുന്നതാണ്, അതായത് നമ്മുടെ ആസ്കി ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഓർഡറിൽ വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും നമുക്കറിയാം നമ്മൾ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 66 ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്യാപിറ്റൽ എ. ഇത് കഴിഞ്ഞാണ് നമ്മുടെ സ്മോൾ ലെറ്റേഴ്സ് നമ്മുടെ ആസ്കിയുടെ ഓർഡറിൽ വരുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ എന്ന് പറയുന്നത് 91 മറ്റോ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഏതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത്? ക്യാപിറ്റൽ എ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? അനിലായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് ഏതാ? ബാലനാണ്. അത് കഴിഞ്ഞിട്ടേ അരുൺ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വരുന്നൊരു ട്വിസ്റ്റ്. കാരണം നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒന്നുകിൽ ഓപ്ഷൻ സി ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കാം. അപ്പോഴും നമ്മൾ ചിലപ്പം ചെയ്യുന്നുണ്ടാവുക സി ആയിരിക്കും. കാരണം ആ ഒരു രീതിയിൽ ക്യാപിറ്റലിന് നമ്മൾ കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുത്തു, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, UPS ഈസ് കോമൺലി യൂസ്ഡ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ടു പ്രൊവൈഡ് പെർഫെക്റ്റ് AC, പെർഫെക്റ്റ് DC, പ്രൊട്ടക്ട് ഫ്രം പവർ ഫെയിലർ പ്രോബ്ലംസ് ആൻഡ് മെയിൻറ്റെയിൻ പ്രോപ്പർ വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ഫ്രം പവർ ഫെയിലർ പ്രോബ്ലംസ്. നമുക്കറിയാം UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയാണെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോഴും അതൊരു രീതിയിൽ നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ UPS യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് ഫ്രം പവർ ഫെയിലർ പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ മെമ്മറി, നമ്മുടെ സ്റ്റോറിങ്, നമ്മുടെ ഇപ്പോൾ നോൺ വോൾട്ടൈൽ ആയിട്ടുള്ള മെമ്മറിയൊക്കെ വരുന്ന സമയത്ത് അതിന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? UPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈറ്റ് കോഡ് ഈസ് an international coding standard code generated by Java compiler, an executable machine code, an extended form of Unicode. അപ്പോൾ എന്താണ് ഒരു ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? കോഡ് ജനറേറ്റഡ് ബൈ ജാവ കമ്പൈലർ. അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ സെറ്റാണ്
for Java virtual machine and it acts similar to a assembler. അപ്പോൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജാവയുടെ കേസിൽ ജാവ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ പറയുന്നത്? നമുക്കിവിടെ ഒരു സോഴ്സ് കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സോഴ്സ് കോഡ്. ഈ സോഴ്സ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്പൈലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോമിലേക്കാണ് മാറുന്നത്? അത് ബൈറ്റ് കോഡിലേക്കാണ് മാറുന്നത്. ഓക്കെ, ബൈറ്റ് കോഡ്. അപ്പോൾ ബൈറ്റ് കോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡോട്ട് ക്ലാസ് ഫയലായിരിക്കും. ഡോട്ട് ക്ലാസ് ഫയൽ. ഓക്കെ, അപ്പോൾ ബൈറ്റ് കോഡിനെ നമ്മൾ ജാവ വെർച്വൽ മെഷീനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്തിലേക്ക് മാറുന്നത്? അത് മെഷീൻ കോഡിലേക്ക് മാറുന്നത്. So when a Java program is executed, the compiler compiles that piece of code and a bytecode is generated for each method in that program, and in that program in the form of a dot class file, and we can run the bytecode on any other platform. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ JVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ വെർച്വൽ മെഷീൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബൈറ്റ് കോഡായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൺലി വൺ ഐറ്റം ഇൻ ദ ഗ്രൂപ്പ്? റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, ഓപ്ഷൻ എ ഓർ ബി. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റേഡിയോ ബട്ടൺ ആണ്. എന്താണ് റേഡിയോ ബട്ടണും ചെക്ക് ബോക്സൊക്കെ ഡിഫറൻസ്? റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ ജെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകിൽ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നേരെ മറിച്ച് ചെക്ക് ബോക്സ് ആണെങ്കിൽ 2 ടൈപ്പ് ചെക്ക് ബോക്സ് ഉണ്ട്. ഒന്നുകിൽ ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ വരുന്ന പോലെ ജസ്റ്റ് അത് റീഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിംഗിൾ ചെക്ക് ബോക്സ് അത് മാത്രം ഉണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെക്ക് ബോക്സ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ചെക്ക് ബോക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്? ഡ്രോപ്പ് ഡൗണിൽ ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത് ഒരു സിംഗിളായിട്ടൊരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി സെലക്ട് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഐറ്റത്തിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ ഏത് മാത്രമാണ്? റേഡിയോ ബട്ടൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.